നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മോദിയുടെ ഗ്യാരണ്ടിക്ക് പകരം ഗ്യാരണ്ടിയുമായി അരവിന്ദ് കെജ്രിവാൾ. പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെന്ന് വിമർശനം. റിട്ടയർ ചെയ്താൽ ആര് ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും പരിഹാസം. 96 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ KS ഹരിഹരനെതിരെ പ്രതിഷേധം ശക്തം. നാക്ക് പിഴയെന്ന് ഹരിഹരൻ. പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് KK രമ. UDF അംഗീകരിക്കുന്നില്ലെന്ന് VD സതീശൻ. പരാമർശം അനുചിതമായെന്ന് ഷാഫി പറമ്പിൽ. DGPക്ക് DYFIയുടെ പരാതി. കരമന അഖിൽ കൊലക്കേസിൽ പ്രതികളിൽ 2 പേർ പിടിയിൽ. ഒരാൾക്കായി തെരച്ചിൽ ശക്തം. തൃശൂരിൽ യുവാവിനെ നടുറോഡിൽ ആക്രമിച്ച 4 പേർ അറസ്റ്റിലായി. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം പടരുന്നു. ഒരാൾ കൂടി മരിച്ചു. പത്തനംതിട്ടയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കള്ളിംഗ് നടപടി ഉടൻ തുടങ്ങും. സംസ്ഥാനത്ത് മഴ ശക്തമാകും. ജോയിന്റ് കൌൺസിൽ അംഗത്തിനെതിരായ തിരുവനന്തപുരം കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധം. നാളെ കളക്ടറേറ്റുകളിലേക്ക് മാർച്ച്. ജനാധിപത്യം മതി, രാജവാഴ്ച വേണ്ടെന്ന് ഭരണാനുകൂല സംഘടന. മോദിയുടെ ഗ്യാരണ്ടിക്ക് പകരം ഗ്യാരണ്ടിയുമായി അരവിന്ദ് കെജ്രിവാൾ. മോദി ഇതുവരെ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്തില്ലെന്നും ഏത് ഗ്യാരണ്ടി വിശ്വാസത്തിലെടുക്കണമെന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും കെജ്രിവാൾ പറഞ്ഞു. മോദി റിട്ടയർ ചെയ്താൽ ആര് ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു. हमने जितनी गारंटी दी थी सारी गारंटी पूरी की. तो एक तरफ है मोदी की गारंटी, एक तरफ है केजरीवाल की गारंटी. मोदी की गारंटी का हम देख चुके हैं कि मोदी की गारंटी यकीन करने का लायक नहीं है. और अब तो अगली साल चूंकि मोदी जी रिटायर होंगे तो उनकी रिटायरमेंट के बाद मोदी की गारंटी कौन पूरी करेगा इसका भी कोई वो नहीं है. और केजरीवाल की गारंटी, केजरीवाल यही है, कहीं नहीं जा रहा. तो केजरीवाल की गारंटी पूरी करने की गारंटी केजरीवाल लेता है. मैं हवा में गारंटी नहीं देता. केजरीवाल की गारंटी एक ब्रांड है मार्केट के अंदर. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ആന്ധ്രാപ്രദേശും തെലങ്കാനയും ജനവിധി തേടും. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും വിധിയെഴുത്ത് നടക്കും. UPയിലെ 13 മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ 11ഇടത്തും മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ 8ഇടത്തും 4ാം ഘട്ടത്തിലാണ് പോളിംഗ്. 1717 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ജമ്മുകാശ്മീരിലെ ശ്രീനഗർ മണ്ഡലത്തിലും നാളെയാണ് തെരഞ്ഞെടുപ്പ്. അധീർ രഞ്ജൻ ചൌധരി, അഖിലേഷ് യാദവ്, മഹുവ മൊയ്ത്ര, YS ശർമിള, അസുദ്ദീൻ ഒവൈസി, യൂസഫ് പട്ടാൻ എന്നിവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിൽ ഉയർന്ന അശ്ലീല വീഡിയോ വിവാദത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി RMP നേതാവ് KS ഹരിഹരൻ. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയാണ് RMP നേതാവ് KS ഹരിഹരൻ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയത്. പ്രസംഗം വിവാദമായതോടെ KS ഹരിഹരൻ സമൂഹമാധ്യമത്തിലൂടെ ഖേദം പ്രകടിപ്പിച്ചു. ഹരിഹരനെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തി. UDFും RMPയും ചേർന്ന് വടകരയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും അത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തുടങ്ങിയവരും വേദിയിലിരിക്കെയാണ് ഹരിഹരന്റെ വിവാദ പരാമർശം ഉയർന്നത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധമുയർന്നതോടെ ഹരിഹരൻ ഫേസ്ബുക്കിൽ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു. പൊതുപ്രസംഗം നടത്തുമ്പോൾ കയറി വരുന്ന ചില തെറ്റായ പ്രയോഗങ്ങളോ ധാരണകളോ ഒക്കെ ഉണ്ടാവും. അത് ബോധപൂർവ്വമല്ല, നമ്മുടെ ഉള്ളിലുള്ള അബോധമായ ഒരു സംഗതി കയറി വരികയാണ്. നമുക്കത് അന്നേരം ബോധ്യപ്പെടണമെന്നില്ല. വിമർശനങ്ങൾ ഞാൻ സ്വീകരിക്കുകയും മാനസികമായിട്ട് വരുത്തേണ്ട അല്ലെങ്കിൽ നമ്മുടെ ധാരണകളിൽ, രാഷ്ട്രീയ ധാരണകളിൽ വരുത്തേണ്ട അഴിച്ചുപണി നടത്തുകയും ചെയ്യാന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്നത്. ഞാൻ ആ വിമർശനങ്ങളെ മുഴുവൻ സ്വീകരിക്കാം. എന്നാൽ ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് KK രമ രംഗത്തെത്തി. ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത വിമർശനമാണിതെന്നും തെറ്റ് മനസ്സിലാക്കി ഹരിഹരൻ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വിവാദത്തിന് പ്രസക്തിയില്ലെന്നും രമ പ്രതികരിച്ചു. ഇത്തരത്തിലൊരു പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഈ പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സഖാവ് ഹരിഹരൻ അതിനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണുകയാണ്. ആ പരാമർശം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു.
ഹരിഹരന്റെ പ്രസ്താവന UDF അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയപ്പോൾ പ്രസ്താവന 100% അനുചിതമായെന്ന് ഷാഫി പറമ്പിലും പറഞ്ഞു. 100% അനുചിതമായ ഒരു പ്രയോഗമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത്. ഒരു പൊതു ഇടത്തിലോ സ്വകാര്യ സംഭാഷണത്തിലോ ഒരു പ്രസംഗത്തിലോ എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ഉണ്ടാവാൻ പാടില്ലാത്ത ചിന്തകളുമാണ് ആ പ്രസംഗത്തിൽ കടന്നുകൂടിയത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മറച്ചു വെക്കാനില്ല. സംഭവത്തിൽ ഹരിഹരനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചു. കോൺഗ്രസ് എത്തിപ്പെട്ട അങ്ങേയറ്റം അധമമായ ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ശക്തമായ നിയമനടപടി സ്വീകരിക്കും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായി പറയും. ന്യൂസ് 18 കോഴിക്കോട്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഫലം നൽകുന്നതിന് ഉള്ള ശ്രമവും ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അതിന് UDFനെ സഹായിക്കാൻ എത്തിയത് മീഡിയ വണ്ണിലെ ദാവൂദും റിപ്പോർട്ടർ ചാനലിലാണെന്ന് തോന്നുന്നു സ്മൃതി പരുത്തിക്കാടും അതുപോലുള്ള പേരുകേട്ട മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. CH കണാരൻ എന്ന് പറഞ്ഞാൽ നവോത്ഥാന പോരാട്ടങ്ങളിലൂടെയും അതുപോലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വൈദേശിക ആധിപത്യത്തിനെതിരായ പോരാട്ടത്തിന്റെയും തൊഴിലാളി കർഷക ജനവിഭാഗങ്ങളുടെ അവശത പരിഹരിക്കുന്നതിന് പിന്നോക്കാവസ്ഥക്ക് മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി നടന്ന എണ്ണമറ്റ പോരാട്ടങ്ങളുടെയും അനുഭവ സമ്പത്തുള്ള സമാദരണീയനായ ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിയും നേതാവുമായിരുന്നു. അങ്ങനെയുള്ള മഹാനായ CHനെ പോലും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിയ ആളാണ് എന്ന് ചിത്രീകരിക്കാനും വസ്തുതകളുടെയോ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെയോ യാതൊരു പിൻബലവുമില്ലാത്ത ഒരാക്ഷേപം ഇതിൻ്റെ ഭാഗമായി ഉയർത്താനും ചില ആളുകൾ സന്നദ്ധമായി. ഇതെല്ലാം ഈ പ്രചാരവേലയെ സഹായിക്കാനാണ്. ഇപ്പോൾ ഉള്ള പ്രചാരവേലകൾ ആദ്യഘട്ടത്തിൽ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങളും ഇതെല്ലാം ശ്രദ്ധിക്കുന്നവരും അതുപോലെ എല്ലാം വീക്ഷിച്ച് നിൽക്കുന്നവരാണല്ലോ. ആദ്യഘട്ടത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സഖാവ് ശൈല ടീച്ചർ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ വർഗീയ പ്രചരണമല്ല തുടങ്ങിയത്. ആദ്യം തുടങ്ങിയത് കോവിഡ് കാലത്ത് തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കാനാണ്. ടീച്ചർക്ക് കേരളീയ സമൂഹത്തിൽ മനസ്സിൽ ഒരിടമുണ്ട്, അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ടീച്ചർക്കെതിരായി അത്തരം പ്രചാരവേല നടത്തിയപ്പോൾ ഒന്നും യേശുന്നില്ല, അത് തിരിഞ്ഞു കുത്തുന്നു എന്ന അനുഭവം ഉണ്ടായപ്പോൾ വർഗീയ പ്രചരണം ആരംഭിച്ചു. ആ വർഗീയ പ്രചരണത്തിന്റെ ഭാഗമായി എത്ര മോശമായ പ്രചാരവേലകളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഈ സൈബർ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. 8 കേസുകൾ അതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടില്ലേ? ഒട്ടേറെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ആരൊക്കെയാണ് എന്നൊക്കെയുള്ളത്. ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർ വർഗീയവാദിയാണ് എന്നൊക്കെയുള്ള പ്രചാരവേല അതുപയോഗിച്ച് നടത്തിയില്ലേ? പരാതി അവർ തന്നെ കൊടുക്കുന്ന നിലയുണ്ടായില്ലേ? അതുപോലെ റിപ്പോർട്ടർ ചാനലിന്റെ ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം ടീച്ചറുമായി ചാനലിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായ ഒരു സംഭാഷണം നടത്തി. നാദാപുരത്ത് വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനെ വക്രീകരിച്ച് ടീച്ചർ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു എന്ന് തെറ്റായി പ്രചരിപ്പിക്കാൻ നോക്കിയില്ലേ? റിപ്പോർട്ടർ ചാനൽ തന്നെ അതിന്റെ ഭാഗമായി പരാതി കൊടുക്കാൻ ഇടയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാതൃഭൂമി ഓൺലൈനെ ദുരുപയോഗപ്പെടുത്തി അങ്ങനെ ഒരു ഇടപെടൽ നടന്നു. അവരും അതിനെതിരായി രംഗത്ത് വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചർ ഇവിടെ ഒരു വർഷം മുമ്പ് നടന്ന കൃഷ്ണപിള്ള സ്മൃതി യുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി, ഒരു ദേശീയ സെമിനാർ, അതിൽ നടത്തിയ പ്രസംഗത്തെ വളച്ചൊടിച്ച് എഡിറ്റ് ചെയ്ത്
അങ്ങനെ ഒരു ശ്രമം നടത്തി. ഇങ്ങനെ എത്ര ശ്രമങ്ങളാണ് നടത്തിയത്? പക്ഷേ ഇതെല്ലാം മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങൾ തള്ളിക്കളയുന്നു എന്ന നില വന്നപ്പോൾ വെപ്രാളപ്പെട്ട് എന്തെല്ലാമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള ധാരണയും അവർക്ക് തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വസ്തുതകൾ ജനങ്ങളോട് പറയുന്നതിന് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്, നിർബന്ധിതരായിട്ടുണ്ട്. കാരണം ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനോ വർഗീയ വിദ്വേഷം വളർത്താനോ ഒരു കാരണവശാലും ഞങ്ങൾ ഇടതുപക്ഷം അനുവദിക്കില്ല. അവർക്ക് വെപ്രാളം ഉണ്ടായത്, അവർ ഈ ശ്രമങ്ങളെല്ലാം നടത്തിയത് വടകരയിൽ മുസ്ലിം വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തോട് പൊതുവിൽ ന്യൂനപക്ഷങ്ങൾ അടുക്കുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വടകരയിൽ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തോട് അടുക്കുന്നത് തടയാൻ കഴിയുമോ എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അവിടെ നിന്നല്ല, എല്ലായിടത്തും മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് പൊതുവിൽ ചിന്തിച്ചതും നിലപാടെടുത്തതും. അതവരുടെ അനുഭവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വീകരിക്കുന്ന ഇന്നത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലായിടത്തും എന്ന പോലെ വടകരയിലും കേന്ദ്ര രാഷ്ട്രീയ വിഷയങ്ങളാണ് ഹരിഹരന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതികരണങ്ങളുടെ ഭാഗമായി കൂടിയാണ് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ വാർത്താ സമ്മേളനം. കെ ശൈലജയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ്, പല മാധ്യമങ്ങളെയും ദുരുപയോഗപ്പെടുത്തി പോലും അത്തരത്തിലുള്ള ശ്രമം നടക്കുകയാണെന്നും P. മോഹനൻ ആരോപിക്കുന്നു. വാർത്താ സമ്മേളനത്തിലെ തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. കരമന അഖിൽ കൊലക്കേസിൽ ഒരാൾ കൂടി പിടിയിലായി. മുഖ്യപ്രതികളിൽ ഒരാളായ വിനീതാണ് പിടിയിലായത്. ഇയാളെ ചെങ്കൽച്ചൂളയിൽ നിന്നാണ് പിടികൂടിയത്. നേരത്തെ മറ്റൊരു പ്രതി അപ്പു എന്ന അഖിലിനെയും പിടികൂടിയിരുന്നു. കരമനയിൽ യുവാവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളിൽ പ്രധാനപ്പെട്ട 2 പേർ ആണ് ഇതിനകം പിടിയിലായിട്ടുള്ളത്. അഖിൽ എന്ന അപ്പു, അതോടൊപ്പം തന്നെ വിനീത്. ഈ 2 പേരും സംഘത്തിലുള്ളവരാണ്. ഇവരുടെ CCTV ദൃശ്യങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. യുവാവിനെ കൊലപ്പെടുത്തുന്നതിൽ ഉൾപ്പെട്ട 2 പേരാണ്. ഇനി ഇതിൽ പിടിയിലാകാനുള്ളത് സുമേഷ് എന്ന പ്രതിയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. അഖിലിനെ ഇന്ന് പുലർച്ചെ തമിഴ്നാട്ടിൽ നിന്നും, അതോടൊപ്പം 2ാം പ്രതിയെ നഗരത്തിൽ നിന്നുമാണ്, തിരുവനന്തപുരം നഗരത്തിൽ നിന്നുമാണ് പിടികൂടിയത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലായിരുന്നു. പ്രതികൾ കൊലപാതകത്തിന് എത്തിയ സമയത്ത് വാഹനം ഓടിച്ചിരുന്ന അനീഷിനെ കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് നിന്നാണ് പിടികൂടിയത്. മാത്രമല്ല ഇവർക്ക് ഒത്താശ ചെയ്ത 3 പേർ, ഹരിലാൽ, അതോടൊപ്പം തന്നെ കിരൺ കൃഷ്ണ, ഈ 3 പേരുണ്ട്. ഇതിൽ കിരൺ കൃഷ്ണയും കൊല്ലപ്പെട്ട അഖിലുമായാണ് ഏറ്റവും ഒടുവിൽ ഒരാഴ്ച മുൻപ് തർക്കമുണ്ടായത്. ബാറിൽ വെച്ചുണ്ടായ തർക്കമായിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണമാണ് കൊലപാതകം നടത്തിയത്. കരമനയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിനടുത്തുള്ള കെട്ടിടത്തിലായിരുന്നു ഈ ഗൂഢാലോചന. അതിനുശേഷം വിഴിഞ്ഞത്ത് നിന്ന് ഇവർ വാഹനം വാടകയ്ക്ക് വിളിച്ചു വരികയായിരുന്നു. 3 പേർ യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതിനു പിന്നാലെ പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തു. 2019 അനന്തു എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇവരെന്ന് തിരിച്ചറിഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. ഈ കേസിൽ ഇവർ ജാമ്യത്തിലായിരുന്നു. ഈ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് പ്രതികൾ, മറ്റുള്ള ആരുടെയെങ്കിലും സഹായം ഇപ്പോഴത്തെ കേസിൽ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നു. ഇനി ഈ കേസിൽ ഈ കൊലപാതക സംഘത്തിൽ ഉണ്ടായിരുന്നതിൽ ഒരാൾ കൂടിയാണ് പിടിയിലാകാനുള്ളത്. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. തൃശൂർ 3 പീടികയിൽ യുവാവിനെ നടുറോഡിൽ ആക്രമിച്ച 4 പേർ അറസ്റ്റിലായി. ആദിത്യൻ, അതുൽ കൃഷ്ണ എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത മറ്റ് 2 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രിയാണ് പെരിഞ്ഞനം സ്വദേശി അശ്വിന് മർദ്ദനമേറ്റത്. അശ്വിന്റെ ഹെൽമറ്റ് സംഘത്തിലുള്ള ഒരാൾ വാങ്ങിയത് തിരികെ കിട്ടാതായതോടെ മൊബൈൽ ഹെഡ്സെറ്റ് എടുത്തുകൊണ്ടുപോയിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. എറണാകുളം കിഴക്കമ്പലത്ത് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചെത്തിയവർ ഗൃഹനാഥനെ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. പെരുമ്പാവൂർ വെങ്ങോലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാഞ്ഞിരമറ്റം വെട്ടക്കൽ വീട്ടിൽ മാർട്ടിനാണ് മർദ്ദനമേറ്റത്. എറണാകുളം DCC സെക്രട്ടറി ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു. DCC സെക്രട്ടറിയായ കൊച്ചി സ്വദേശി അമീർ ബാവ, ഷിജു എന്നിവർക്കെതിരെയാണ് കേസ്.
കണ്ണൂരിൽ 5 വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസും ബാലാവകാശ കമ്മീഷനും. അങ്കണവാടിയിൽ നിന്ന് തിളച്ച പാൽ നൽകിയതിനെ തുടർന്ന് 5 വയസ്സുകാരന് പൊള്ളലേറ്റിരുന്നു. പിണറായി കോളോട് അങ്കണവാടി ജീവനക്കാരി വി ഷീബയ്ക്കെതിരെയാണ് കേസ്. ചുണ്ടിലും താടിയിലും സാരമായി പൊള്ളലേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇനി അന്തർദേശീയ വാർത്തകളുമായി കൃഷ്ണേന്ദു. നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ മഴയ്ക്ക് പിന്നാലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 300ആയി. രാജ്യത്തിന്റെ വടക്കൻ പ്രവിശ്യയായ ബാഗ്ലനെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. കാലാനുസൃതമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 300ഓളം ആളുകൾ മരിച്ചതായാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാത്രി വരെ 62 പേർ മരിച്ചതായി താലിബാൻ സർക്കാർ അറിയിച്ചു. ബാഗ്ലാൻ പ്രവിശ്യയിൽ അപ്രതീക്ഷിതമായ കനത്ത മഴയും വെള്ളപ്പൊക്കവും ബാദഖ്ഷാൻ, ഗോർ, ഹെറാത്ത് അടക്കം മറ്റിടങ്ങളിലും ദുരിതം വിതച്ചു. വ്യാപക മരണങ്ങൾക്കൊപ്പം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 200-ലേറെ പേരെയാണ് മിന്നൽ പ്രളയങ്ങളിൽ വീടുകളിലും മറ്റുമായി കുടുങ്ങിക്കിടക്കുന്നത്. 3 പ്രവിശ്യകളിലായി 138 പേർ ആശുപത്രികളിൽ ഉണ്ടെന്ന് താലിബാൻ ആഭ്യന്തര മന്ത്രാലയ വക്താവ് അബ്ദുൽ മദീൻ ഖാനി പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് അടിയന്തര സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും പരിക്കേറ്റവരെയും ഒറ്റപ്പെട്ടവരെയും രക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൂര്യനിൽ രൂപപ്പെട്ട അതിഭീമൻ സൗരകളങ്കത്തോടനുബന്ധിച്ചുണ്ടായ സൗരകാന്തിക കാറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ്. 2 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റാണ് വെള്ളിയാഴ്ച ഭൂമിയിൽ വീശിയത്. ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള ആകാശത്ത് സൗരജ്വാല പ്രത്യക്ഷമാകുകയും ചെയ്തു. കൊടുങ്കാറ്റ് വാരാന്ത്യം വരെ തുടരുകയാണെങ്കിൽ മൊബൈൽ സിഗ്നലുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും പവർ ഗ്രിഡിനെയും ബാധിച്ചേക്കാമെന്നും അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അറിയിച്ചു. ഭൂമിയുടെ 17 മടങ്ങ് വലുപ്പമുള്ള സൗരകളങ്കമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിൽ പലയിടത്തും ഇതിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ വർണ്ണാഭമായ ഔറോറ അഥവാ ധ്രുവദീപ്തികൾ പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. സൗരക്കാറ്റിൽ നിന്ന് വരുന്ന ചാർജിത കണങ്ങൾ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വാധീനത്താൽ ആകർഷിക്കപ്പെടുകയും ഈ കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായി കൂട്ടിയിടിക്കുകയും ചെയ്യുമ്പോഴാണ് ധ്രുവദീപ്തി അഥവാ ഔറോറ ഉണ്ടാകുന്നത്. റഫേൽ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ മാനുഷിക ദുരന്തം, മുന്നറിയിപ്പുമായി UN മേധാവി. റഫേലെ ഇസ്രായേൽ ആക്രമണം വൻ മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകുന്നു. വ്യാപകമായ അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളും അഭ്യർത്ഥനകളും അവഗണിച്ചാണ് ഇസ്രായേൽ സൈന്യം റഫയുടെ കിഴക്കൻ സെക്ടറിൽ പ്രവേശിച്ചത്. റഫേൽ സൈനിക നടപടി വിപുലീകരിക്കാൻ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിന് പിന്നാലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. കൂടുതൽ ആളുകളോട് ഒഴിഞ്ഞുപോകാൻ സൈന്യം ആവശ്യപ്പെടുന്നുണ്ട്. തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും ആക്രമണങ്ങൾ വ്യാപകമാണ്. വിവിധ ഭാഗങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. മൃതദേഹങ്ങൾ മാറ്റാനോ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് നീക്കാനോ സംവിധാനങ്ങളൊന്നുമില്ലെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാത്രി മാത്രം 30-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഷിക്കാഗോ ടവറുമായി ബന്ധപ്പെട്ട IRS ഓഡിറ്റ് പോരാട്ടത്തിൽ പരാജയപ്പെട്ടാൽ ട്രംപിന് $100 മില്യൺ നികുതി ബിൽ നേരിടേണ്ടി വന്നേക്കാമെന്ന് റിപ്പോർട്ട്. രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായും TV താരമായും ട്രംപ് തന്റെ അധികാരം ഉപയോഗിക്കുകയും മറ്റ് സ്ഥാനാർത്ഥികളെ പോലെ നികുതി ഫയലിംഗുകൾ പുറത്തുവിടാൻ വിസമ്മതിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്ത് ഭീഷണി ഉയർത്തിയാൽ ആണവായുധം നിർമ്മിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖംനേയിയുടെ ഉപദേശകൻ കമൽ ഖറാസി ഇസ്രായേലിനാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ആണവോർജ്ജ സംവിധാനങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടാൽ പിന്നെ മറ്റു വഴികൾ ഉണ്ടാവില്ലെന്നും ആണവായുധം നിർമ്മിക്കുമെന്നും കമൽ ഖറാസി അറിയിച്ചു. ഇസ്രായേൽ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതും ഇറാനിന്റെ പ്രത്യാക്രമണവും കഴിഞ്ഞ മാസം വരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. പൊൻകതിർ പുട്ട് സോഫ്റ്റ് മലപ്പുറത്ത് ആശങ്കയായി മഞ്ഞപ്പിത്തം പടരുന്നു. രോഗം ബാധിച്ച് ഒരാൾ കൂടി ഇന്ന് മരിച്ചു. പോത്തുകൽ സ്വദേശി സക്കീറാണ് മരിച്ചത്. ഇതോടെ ഈ വർഷം ഇതുവരെ മഞ്ഞപ്പിത്തം ബാധിച്ച് ജില്ലയിൽ മരിച്ചത് 7 പേരാണ്. ജില്ലയിൽ മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പോത്തുകലിലും ചാലിയാറിലും നാളെ ആരോഗ്യവകുപ്പ് യോഗം വിളിച്ചിട്ടുണ്ട്.
പത്തനംതിട്ടയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. തിരുവല്ല നിരണത്തെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ താറാവുകൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. അവിടുത്തെ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിൽ പ്രതിരോധ നടപടികൾ തുടങ്ങി. നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് കള്ളിംഗ് നടപടി തുടങ്ങും. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് പ്രവചനം. ചുഴലിക്കാറ്റിൽ കൊല്ലം പുനലൂർ, കരുകോൺ, കുട്ടനാട് ഭാഗത്ത് വ്യാപക നാശനഷ്ടമുണ്ടായി. നിരവധി വീടുകളുടെ മുകളിൽ മരം കടപുഴകി വീണു. മേഖലയിൽ 10,000-ലധികം വാഴകൾ ഒടിഞ്ഞു വീണു. എറണാകുളം പുതുവൈപ്പിൽ കടലിലിറങ്ങിയ യുവാവ് മരിച്ചു. കലൂരിലെ താമസക്കാരനായ അഭിഷേകാണ് മരിച്ചത്. രാവിലെ ബീച്ചിലെത്തിയ 7-അംഗ സംഘത്തിൽ 3 പേരാണ് മുങ്ങിപ്പോയത്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭിഷേകിനെ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന ആൽബിനും മിലനും ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചാനൽ ചർച്ചയിൽ ജില്ലാ കളക്ടറെ വിമർശിച്ചതിന് ജോയിന്റ് കൌൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്ങലിന് നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധം ശക്തം. നാളെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്താനാണ് ജോയിന്റ് കൌൺസിലിന്റെ തീരുമാനം. കുഴിനഖ ചികിത്സയ്ക്ക് ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനെയാണ് ജയചന്ദ്രൻ വിമർശിച്ചത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് കുഴിനഖ ചികിത്സയ്ക്ക് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ വാർത്ത ന്യൂസ് 18 കേരളമാണ് പുറത്തുവിട്ടത്. സംഭവത്തിൽ വിമർശനമുയർന്നപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ജയേഷ് ചന്ദ്രൻ പങ്കെടുത്തിരുന്നു. കളക്ടർ ഒരു തഹസിൽദാർക്ക് അവധി നിഷേധിച്ചതിനെക്കുറിച്ച് ജയേഷ് ചന്ദ്രൻ ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു. തോന്നുന്നത് എന്തെങ്കിലും വൈകാരികമായി ഈ ഇടപെട്ടതായിരിക്കണമെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ അതിന്റെ സർവീസ് സംഘടനാ നേതാവ് എന്നുള്ള നിലയിൽ കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരൊക്കെ അറിയാവൂ. അത് ശരിയായ കീഴ്വഴക്കമല്ല. അങ്ങനെ ഒരു കീഴ്വഴക്കത്തിന് അംഗീകരിച്ച് മുന്നോട്ട് പോകാനും കഴിയില്ല. സംഘടനകൾ ശക്തമായ പ്രക്ഷോഭം ഇക്കാര്യത്തിൽ ആരംഭിക്കും. സംഘടനാ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യുന്ന നടപടികൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ജയേഷ് ചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിനെതിരെ കളക്ടർ ജെറോമിക് ജോർജ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി രേഖാമൂലം അറിയിച്ചതോടെയാണ് നടപടി സ്വീകരിച്ചത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറുമായ കളക്ടറുടെ നടപടിയെ വിമർശിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് നോട്ടീസിൽ പറയുന്നു. മുൻകൂർ അനുമതിയില്ലാതെ ചർച്ചയിൽ പങ്കെടുത്തത് സർക്കാർ നടപടികളെ വിമർശിച്ചെന്നും പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥന്റെ സ്വബോധത്തെ ചോദ്യം ചെയ്തത് അച്ചടക്ക ലംഘനമാണെന്നും ഇത് റവന്യൂ വകുപ്പിനാകെ അവമതിയുണ്ടാക്കുന്നതാണെന്നും നോട്ടീസിൽ പറയുന്നു. കടുത്ത അച്ചടക്ക നടപടി എടുക്കാതിരിക്കാൻ 15 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ദേവസ്വം ബോർഡിലെ ഭൂമി ഏറ്റെടുക്കൽ തഹസിൽദാരായ ജയചന്ദ്രനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നാളെ സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്താനാണ് ജോയിന്റ് കൌൺസിലിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടന്റെ കൈവശമുള്ള ഇടുക്കിയിലെ ഭൂമി ഭൂരഹിതർക്ക് വിതരണം നടത്തണമെന്ന് CPM. കയ്യേറ്റം നടത്തിയ കേസ് നിലനിൽക്കെയാണ് കുഴൽനാടൻ ആ ഭൂമി വാങ്ങിയത്. സമരപരിപാടികൾക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി രൂപം നൽകുമെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. CPMന്റെ നിലപാട് ഒന്ന്, സർക്കാരിന്റെ ഭൂമി അനധികൃതമായി നിർമ്മിച്ച കയ്യേറിക്കൊണ്ട് നിർമ്മിച്ച റിസോർട്ടിന്റെ ഉടമയായി മാറിയപ്പോൾ മാത്യു കുഴൽനാടൻ ചെയ്യേണ്ടത് ധാർമ്മികമായി 55 സെന്റ് സ്ഥലം സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. അതിന് മഞ്ഞഞ്ഞ കുഞ്ഞഞ്ഞ ന്യായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് കൃത്യമായ തട്ടിപ്പാണ്, ഭൂമി തട്ടിപ്പാണ്, സാമ്പത്തിക ക്രമക്കേടുണ്ട്. അതുകൊണ്ട് അത് വിജിലൻസ് കേസെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാത്യു കുഴൽനാടൻ ആ ഭൂമി സർക്കാരിലേക്ക് വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കാത്ത നിലപാട് സ്വീകരിച്ചാൽ വളരെ ശക്തമായ സമരം നടത്തിയ ആ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായ ആളുകൾ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. +2 സീറ്റ് വിഷയത്തിലെ ലീഗിന്റെ പ്രതികരണത്തെ വിമർശിച്ച് ഡോക്ടർ KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മലപ്പുറത്തോടുള്ള അവഗണനയായി വിഷയത്തെ വ്യാഖ്യാനിക്കുകയാണ് ലീഗ്. ഇതിനു പിന്നിൽ സർക്കാരിനെതിരെ മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള ശ്രമമാണെന്നാണ് ജലീലിന്റെ ആക്ഷേപം. ഹയർ സെക്കൻഡറിയിലെ 20% സീറ്റ് വർധന പുതിയതല്ലെന്നും വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുതെന്നും പോസ്റ്റിൽ ജലീൽ പറയുന്നു. +2 വിഷയത്തിൽ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം സർക്കാരിനെതിരെ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. +1 സീറ്റ് വിഷയത്തിൽ മലപ്പുറത്ത് ലീഗ് ഇടതുപക്ഷം ആയിട്ടുള്ള ആ തർക്കം തുടരുകയാണ്. +1-ന് അധികം
സീറ്റുകളല്ല ബാച്ചുകളാണ് വേണ്ടത് എന്ന ആവശ്യമാണ് മുസ്ലിം ലീഗും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം PMA സലാമും അതിനു മുമ്പ് PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഈ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. കൂടുതൽ സീറ്റുകൾ അനുവദിച്ച് ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഇരിക്കേണ്ടിടത്ത് 65 അതിലധികവും കുട്ടികൾ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. കുട്ടികൾ ഞെങ്ങി ഞെരുങ്ങി പഠിക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. അതുകൊണ്ട് ബാച്ചുകൾ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കുട്ടികളില്ലാത്ത ബാച്ചുകൾ വടക്കൻ കേരളത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ലീഗ് ഉന്നയിക്കുന്നത്. ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. അതായത് ഇതാദ്യമായിട്ടല്ല ഈ ഒരു സീറ്റുകളുടെ വർധനവ് ഉണ്ടാക്കുന്നത്. അത് 2016 UDF സർക്കാർ ചെയ്തപ്പോൾ സ്വാഗതം ചെയ്തവരാണ് ഇപ്പോൾ LDF സർക്കാർ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെ മറ്റൊരു വർഗീയമായിട്ട് കണ്ട് അത്തരത്തിലുള്ള വേർതിരിവ് നടത്തരുത്, അത്തരത്തിലുള്ള പ്രചാരണം നടത്തരുത്, വടകര പൂത്തിരി കത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ FB പോസ്റ്റിൻ്റെ തലക്കെട്ട് തന്നെ ദയവ് ചെയ്ത് വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. 25,000-ത്തിലധികം പേർ 2016 പ്രൈവറ്റായിട്ട് +1 രജിസ്റ്റർ ചെയ്തിരുന്നു. 2023 ആയപ്പോഴേക്കും അത് 12,000 ചുരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഇടതുപക്ഷം കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ സ്കൂളുകളിലെ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. നല്ല ക്ലാസ് മുറികൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അത്തരത്തിൽ എല്ലാ തരത്തിലും സ്കൂളുകൾക്ക് മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടിയിരുന്ന് പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ ഇടതുപക്ഷ സർക്കാർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സീറ്റ് വർധനവിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുദ്ധപ്രഖ്യാപനമാണ്. അതിലെ അനൗചിത്യം വിവേകശാലികൾ തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള നീക്കം ദൗർഭാഗ്യവശാൽ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഈ പ്രശ്നം, അതായത് സീറ്റുകളുടെ കുറവ് ശാശ്വതമായിട്ട് മുഖ്യമന്ത്രി പരിഹരിക്കുമെന്നൊരു ഉറപ്പും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാനം അദ്ദേഹം കുറിക്കുന്നു. അതായത് ഈ ഒരു വിഷയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ആദ്യ പ്രതികരണമായിട്ട് തന്നെ വേണം KT ജലീലിൻ്റെ ഈ FB പോസ്റ്റിനെ കാണുവാൻ. കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ ഉന്നത നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തുടങ്ങാനിരിക്കുന്നുണ്ട്. ഇതിൽ ബാച്ചുകളുടെ വർധനവ് അനിവാര്യമാണ് എന്ന ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോഴാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. അച്ഛൻ ആക്രി പെറുക്കി കൊണ്ടുവരുന്ന വരുമാനം, ചോരുന്ന വാടക വീട്ടിലെ താമസം, പ്രതിസന്ധികൾ ഒരുപാട് മറികടന്നാണ് തിരുവനന്തപുരം കാട്ടാക്കട ആമശാൻ സ്വദേശി ഫർഹാന +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയത്. വലിയ വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നവരാണ് പലരും. എന്നാൽ അത്തരം പ്രതിസന്ധികളെ മനോബലം കൊണ്ട് നേരിടുന്നവർ അത്ര ചെറിയ ആളുകളല്ല. അവരുടെ ചിന്താഗതി, പോസിറ്റീവ് മൈൻഡ്, ഇതെല്ലാം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഫർഹാന, അതായത് +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും കിട്ടിയ ഒരു കുട്ടിയാണ്. വാടക വീട്ടിലാണ് കഴിയുന്നത്. 10 വർഷത്തിലധികമായി വാടകയ്ക്കാണ് ഫർഹാനയുടെ കുടുംബം കഴിയുന്നത്. വളരെ ചെറിയൊരു വീടാണ്, ഓട്ട വീടാണ്. ഇവിടെ ചോർച്ചയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും ഉണ്ട്. അച്ഛൻ ആക്രി കച്ചവടം നടത്തിയാണ് കുടുംബം പുലർത്തുന്നത്. ഭൗതിക സാഹചര്യങ്ങളൊന്നും അത്ര മികച്ചതല്ല. എന്നിട്ടും ഫർഹാന നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്ക് കിട്ടി. എങ്ങനെയായിരുന്നു ഈ പഠനമൊക്കെ? എങ്ങനെയായിരുന്നു? സാമ്പത്തികമായിട്ട് അത്ര ഉയർച്ചയൊന്നും അല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും സമയം എന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെയാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും വിജയിക്കും. ഞാൻ എന്റെ സമയത്തിനെ നന്നായി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് എനിക്ക് 1200-ന് 1200 കിട്ടിയത്. പിന്നെ ഉമ്മച്ചി, വാപ്പച്ചി പൈസ ഇല്ലെങ്കിലും അവര് നല്ല സപ്പോർട്ടായിരുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചെയ്തു തരാൻ അവർ പരമാവധി ശ്രമിക്കും. അവരുടെ പ്രതീക്ഷകളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്തരത്തിലൊരു 1200-ന് 1200 വാങ്ങണം, നേട്ടം കൈവരിക്കണം എന്നതിന് ഏറ്റവും കൂടുതൽ ഊർജ്ജമായത്. നമ്മൾ പല കാര്യങ്ങളും വരുമ്പോൾ കാശാണല്ലോ. കാരണം പഠന കാര്യങ്ങളാകുമ്പോൾ കാശിന്റെയൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? വാപ്പച്ചിയോട് ഒന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉറപ്പായിട്ടും ചെലവാക്കിയേ പറ്റുള്ളൂ. അപ്പൊ വാപ്പച്ചി അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. ശ്രമം തന്നെ വലിയൊരു കാര്യമാണ്. വാപ്പച്ചിക്ക് പറ്റില്ലെങ്കിലും, വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും പറ്റില്ലെങ്കിലും അവര് നന്നായിട്ട് ശ്രമിച്ച് അവരുടെ കഴിവിന്റെ പരമാവധി തന്നിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു നല്ല വ്യക്തിയാവുന്നത് 1200-ൽ 1200 മാർക്ക് വാങ്ങുന്നതിനൊപ്പം വാപ്പച്ചി ഉമ്മച്ചിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതിനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അതാണ് ഒരു നല്ല ഗുണം.
മോള് പഠിച്ചതൊക്കെ എങ്ങനെയാ, ഇതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു പഠിച്ചത്? ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് രാത്രി പഠിക്കാനാണ്. അപ്പൊ നമുക്ക് കാമായിട്ടിരുന്ന് പഠിക്കാം, ബഹളമൊന്നും ഇല്ലാതെ. പിന്നെ ഹാർഡ് വർക്കാണ് മെയിൻ. നമ്മളിപ്പോ പഠിക്കണ്ട എന്ന് തോന്നുന്നെങ്കിലും നമ്മൾ ഒരു നിമിഷത്തേക്ക് നമുക്ക് വേറെ കാര്യങ്ങൾ, ഇപ്പൊ മൊബൈൽ ഫോൺ നോക്കാം, അല്ലെങ്കിൽ TV കാണാം. അതിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫ് ലോങ് ഉള്ള ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, ഒരു നിമിഷത്തേക്കുള്ള ഹാപ്പിനെസ്സിനെക്കാളും ലൈഫ് ലോങ് ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ തോന്നും. അമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയൊക്കെ മുഖം ആലോചിക്കുമ്പോഴും പഠിക്കാൻ തോന്നും. പിന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടാണ് പഠിച്ചിരുന്നത്. അതായത് ഇപ്പൊ ഞാൻ 12th പഠിക്കുമ്പോൾ 12th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് ഇരിക്കുന്നു എന്ന് വിചാരിച്ച് അവരെ പഠിപ്പിക്കുന്നത് പോലെയാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്റെ ടീച്ചേഴ്സ് വലിയ സപ്പോർട്ടാണ് അവര്. ഞാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ കുളത്തുമ്മലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ടീച്ചേഴ്സ് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അവർ നമ്മളെ മക്കളെ പോലെ കണ്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. സോ എനിക്ക് അവര് വലിയ സപ്പോർട്ടാണ് തന്നത്. അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റി. ഇനി എന്താണ് അടുത്ത പഠനം? എന്താകാനാണ് ആഗ്രഹം? എനിക്ക് ഡോക്ടർ ആകാനാണ് ആഗ്രഹം. നല്ലൊരു കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കണം എന്നതാണ് ആഗ്രഹം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ബിപിൻ ചന്ദ്രൻ അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 52 വയസ്സായിരുന്നു. CPM നേതാവ് S. രാമചന്ദ്രൻ പിള്ളയുടെ മകനാണ് ബിപിൻ ചന്ദ്രൻ. സംസ്കാരം നാളെ നടക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുരസുന്ദരി ദേവീക്ഷേത്രത്തിൽ പുതിയതായി 3 ദേവീ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഒറ്റ വെണ്ണക്കല്ലിൽ കൊത്തിയ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിക്കുക. ആദിപരാശക്തി ദേവി, ദേവിയുടെ കാവൽക്കാരായ ദുർഗ, രാജമാതംഗി സിംഹം, നന്ദികേശൻ എന്നിവയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ഇന്നലെ ക്ഷേത്ര പരിസരത്തെത്തിച്ചു. ജൂലൈയിൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നെത്തുന്ന 100ഓളം സന്യാസിമാരുടെയും പുരോഹിതന്മാരുടെയും കാർമ്മികത്വത്തിൽ ദേവീ വിഗ്രഹങ്ങളുടെ പ്രാണപ്രതിഷ്ഠ നടത്തും. ദ്വാരക മഠത്തിൽ നിന്നെത്തുന്ന കൃഷ്ണദേവാനന്ദഗിരി മഹാരാജ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ക്ഷേത്ര മുഖ്യ കാര്യദർശി MS ഭുവനചന്ദ്രൻ പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6725 രൂപ, പവന് 53,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5595, പവന് 44,760 രൂപയും. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോഗ്രാമിന് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം.